മക്കളോടെയും പറഞ്ഞു, മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരോടെ നീ ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജപമാലയും ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3-ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോസി ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച് മകൾ പറയണം അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്നാണെന്ന് പറഞ്ഞ് പിറ്റേ ആഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച്, അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ്, അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ